വിഖ്യാത പത്രപ്രവർത്തകൻ ശ്രീ എൻ മാധവൻകുട്ടി ദീർഘകാലം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖകരായും പത്രാധിപരായും വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച അദ്ദേഹം കേരളത്തിലെ തലയെടുപ്പുള്ള പത്രപ്രവർത്തകനാണ്. നിഖിൽ ചക്രവർത്തിയും ഇടത്തിട്ട നാരായണനും ആണ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ. അതിൽ നിന്ന് വ്യക്തമാകും എത്രമാത്രം അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടെന്ന്. അദ്ദേഹവുമായുള്ള സംഭാഷണം. നമസ്കാരം. മാധവൻകുട്ടി സാറിനെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കാണുന്നത് ഈ പത്രസമ്മേളനത്തിൽ, അന്ന് പത്രസമ്മേളനത്തിൽ സീനിയേഴ്സ് ഒക്കെ പങ്കെടുക്കുകയായിരുന്നു. ജ്യോതി ബാസുവിൻ്റെ അല്ലെങ്കിൽ കരുണാകരൻ്റെ വാർഷിക ഭരണപരമായ വാർഷിക സമ്മേളനങ്ങളിലൊക്കെ EMSന്റെ അവിടെയൊക്കെ എന്തും തുറന്ന് സംസാരിക്കുന്ന, പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഒരു ക്ഷുഭിതനായ പത്രപ്രവർത്തകനായിട്ടാണ്. ഈ ക്ഷോഭം നേരത്തെ ഉള്ളതാണ്. ക്ഷോഭം വരുന്നത് ഒരു ധാർമ്മികതയിൽ നിന്നാണ്. അല്ലാതെ എനിക്കൊരു വ്യക്തിപരമായിട്ട് എല്ലാവരോടും സ്നേഹവും സൗഹൃദവും പുഞ്ചിരിയും കളിച്ചിരിയും ഒക്കെ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടുന്നത്, സ്വയം കളിയാക്കി ചിരിക്കുന്നതിന് വരെയുള്ള ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. പക്ഷേ നമ്മൾ തൊഴിലെടുക്കുമ്പോൾ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് ഉറച്ച് അല്പധൈര്യത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി പറയുക, ചോദിക്കുക, എന്നാൽ സശ്രദ്ധം കേൾക്കുക. ഇതായിരുന്നു ഞാൻ പഠിച്ച. അതിപ്പോൾ ഞാൻ താങ്കൾ സൂചിപ്പിച്ച പോലെ ഞാൻ ഒരു യുവാവായി അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് ചെന്ന് പരിശീലനം നേടുന്നത് നിഖിൽ ചക്രവർത്തി എന്ന് വളരെ സൗമ്യനായ എന്നാൽ എഴുത്തിൽ ക്ഷുഭിതനായ ഒരു ഇടതുപക്ഷ മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ചില സ്വഭാവവിശേഷങ്ങൾ പഠിച്ചത്. സൗമ്യനാണ് പരസ്പരം കാണുമ്പോൾ. എന്നാൽ നമ്മളുടെ നിലപാടുകളെ പറ്റിയുള്ള അന്വേഷണം നടത്തുമ്പോൾ, അതിനു വേണ്ടിയുള്ള വിവരങ്ങൾ തേടുമ്പോൾ, അന്വേഷിക്കുമ്പോൾ നമ്മൾ ഉറച്ചു പറയേണ്ടത് പറയുക, എന്നാൽ സൗമ്യമായി കേൾക്കുക, അത് ജനങ്ങളിലേക്ക് പകർത്തുമ്പോൾ സൗമ്യമായി പകർത്തുക. ഇതാണ് എനിക്ക് നേടിയിട്ടുള്ളൊരു വിദ്യാഭ്യാസം, ഒരു മാധ്യമ വിദ്യാഭ്യാസം. പിന്നീട് ഞാൻ പോകുന്നത് ഇടത്തട്ടം നാരായണനാണ്. അത് ഇത് വളരെ ക്ഷുഭിതനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിലൂടെ, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിലൂടെ, സ്വാതന്ത്ര്യ സമരത്തിലൂടെ വന്ന് നെഹ്റുവിയൻ പക്ഷപാതിയായി, സിൻഡിക്കേറ്റിനെതിരെ ഒക്കെ വളരെ അടിയന്തരാവസ്ഥയിൽ ഭാഗികമായി അതിനെ പിന്തുണച്ച് രാഹുൽ ഗാന്ധിയെ എതിർത്ത് അങ്ങനെ ശക്തമായ നിലപാടുകൾ ശക്തമായി പറയുക, എന്നാൽ സൗഹൃദം നിലനിർത്തുക. ഇത്ര ഉറച്ച ഇടതുപക്ഷ വിശ്വാസിയായിട്ടും ഇന്ത്യൻ എക്സ്പ്രസ് ഒരു കാലത്ത് ഹൈന്ദവ രാഷ്ട്രീയത്തെ, BJP രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന സമയത്ത് താങ്കൾ അതിൻ്റെ തലപ്പത്തായിരുന്നു. അത് എന്ത് രാഷ്ട്രീയമാണ്? അല്ല, താങ്കൾ പറയുന്നത് മുഴുവൻ ക്രോണോളജിക്കലി ശരിയല്ല. ഇന്ത്യൻ എക്സ്പ്രസ് RSS BJP അല്ലെങ്കിൽ ഹിന്ദുത്വ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പൂർണ്ണ വക്താവാവുന്നത് രാംനാഥ് ഗോയൻക സ്വയം ഒരു ജനസംഘ് സ്ഥാനാർത്ഥിയായി മധ്യപ്രദേശിൽ മത്സരിക്കുമ്പോഴാണ്. അപ്പോൾ മുതലാളി തന്നെ ജനസംഘത്തിൻ്റെ ആൾ. എന്നാൽ പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസ്സിനുണ്ടായത് ഈ മുതലാളിയുടെ കീഴിൽ നിരവധി ജനാധിപത്യവാദികളായ BC വർഗീസ്, കുൽദീപ് നായർ തുടങ്ങിയ ഒരർത്ഥത്തിലും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളല്ലാത്ത എഡിറ്റർമാരുടെ ഒരു വൻ നിരയാണ് നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. എന്താ രാംനാഥ് ഗോയൻക എന്ന ഹിന്ദുത്വ പക്ഷപാതിയായ മുതലാളിയുടെ കീഴിൽ. അതാണ് ജനാധിപത്യം. അത്തരത്തിൽ ഇന്ന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. താങ്കൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ BG വർഗീസിനെ പറ്റി ഞാൻ പറയേണ്ട, കുൽദീപ് നായരെ കുറിച്ച് പറയേണ്ട. പക്ഷെ അവരെല്ലാം രാംനാഥ് ഗോയൻകയുമായി വ്യക്തി സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള കാര്യത്തിൽ ഒരു പിടിവാശി ഉണ്ടായിരുന്നു. രാംനാഥ് ഗോയൻക പിന്നെ നിങ്ങൾ ഇടതുപക്ഷ ചായ്വുള്ളവരാണോ അല്ലെങ്കിൽ കോൺഗ്രസ് ചായ്വുള്ളവരാണോ എന്നുള്ളതിനെക്കുറിച്ച് രാംനാഥ് ജി ഭയപ്പെട്ടിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുതലാളിയായിട്ട് മാത്രമാണ്, എൻ്റെ എഡിറ്ററായി ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഒരു സംഭവം പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ സംഘർഷം എങ്ങനെ പരിഹരിക്കാൻ കഴിയും? നമ്മളുടെ മുതലാളിയുടെ രാഷ്ട്രീയം നാം പങ്കിടണമെന്നില്ല. ഈ ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ രണ്ടായിട്ടുള്ളൂ. അതിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഞാനുള്ളപ്പോഴാണ് ഉണ്ടായത്. അതിൽ ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സാണ് കൂടുതൽ വലതുപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ഇന്ന് കേരളത്തിലും പുറത്തും നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹി എന്ന് രാംനാഥ് ഗോയയുടെ വേറൊരു പിന്തുടർച്ചക്കാരൻ തുടങ്ങിയ
ഒരു ലിബറൽ ജനാധിപത്യ പത്രമായി നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പം ഇത് കേൾക്കുന്നവർക്ക് ചരിത്രവും ഇതൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ലിബറൽ ജനാധിപത്യ പത്രമാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഈ നിഖിൽ ചക്രവർത്തി, ഇടത്തട്ടയെ പോലെയുള്ളവരുടെ ഇടതുപക്ഷ ജനാധിപത്യ ഒരു പ്രവർത്തനം, ലിങ്ക്, പേട്രിയറ്റ്, മെയിൻ സ്ട്രീം, ഇത് മൂന്നുമാണ്. മെയിൻ സ്ട്രീമിൽ തുടങ്ങി, പിന്നീട് ലിങ്കിൽ കോളം എഴുത്തുകാരനായി, പിന്നീട് പേട്രിയറ്റിൻ്റെ പ്രത്യേക ലേഖകനായി, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, തമിഴ്നാട്ടിൽ, പിന്നീട് കലാപമായിട്ടുള്ള നോർത്ത് ഈസ്റ്റിലൊക്കെ ഞാൻ പോയി. അപ്പോൾ അന്നും ഞാൻ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കാൾ അന്നും എൻ്റെ രാഷ്ട്രീയം CPM രാഷ്ട്രീയത്തോടായിരുന്നു അന്നും അടുപ്പം. ഇന്നത്തെ പോലെ മുതലാളിയുടെ രാഷ്ട്രീയം ഈ പത്രത്തിന്റെ രാഷ്ട്രീയമാക്കി അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം അന്നില്ലേ? അതോ ഈ ഗോയങ്കയ്ക്ക് കീഴടങ്ങിയാണോ താങ്കൾ പ്രവർത്തിക്കേണ്ടി വന്നത്? അടിസ്ഥാനപരമായി ഏറ്റവും ഉയർന്ന തലത്തിൽ രാംനാഥ് ഗോയൻക തൻ്റെ രാഷ്ട്രീയത്തിന് വഴിപ്പെടാത്ത ആളുകളെ അതിവേഗം മാറ്റുമായിരുന്നു. അത് സത്യമാണ്. എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഇന്ത്യയുടെ ആ ശൃംഖലയുടെ എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എത്തിയത് എവിടെയാണ്? ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കേരളത്തിലെ മേധാവി വരെയായി എത്തി. അത് റിപ്പോർട്ടറിൽ തുടങ്ങി. അത് അപൂർവമാണ് ഇപ്പോൾ ഈ കാലത്തൊക്കെ റിപ്പോർട്ടറിൽ തുടങ്ങി. അത് രാംനാഥ് ഗോയൻകയുടെ വിശ്വാസം നേടിയത് കൊണ്ട് മാത്രമല്ല, എൻ്റെ മുകളിൽ പ്രവർത്തിച്ച നിരവധി HK ദുവ, അല്ലെങ്കിൽ അരുൺ ഷൗരി, ഈ പറയുന്ന വർഗീസ് ഒക്കെ ഞാൻ കേരളത്തിൽ പ്രത്യേക ലേഖകനായും മലബാർ ലേഖനുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ, അപ്പോൾ അവർക്ക് എന്നിലുള്ള വിശ്വാസതയാണ് എൻ്റെ ഈ കരിയറിൽ എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ട്. അത് നമ്മൾ യുവ ശ്രോതാക്കൾ അറിയണം. എന്നാലും ഇതെല്ലാം കഴിയുമ്പോഴും ഒരു പത്രത്തിൻ്റെ ഇപ്പോൾ ഞാൻ പറയാം, അത് ഗോയൻകയ്ക്ക് മുമ്പ് ഇടത്തട്ട നാരായണന് ഒരിക്കലും ഒരു സിൻഡിക്കേറ്റ് കോൺഗ്രസ്സിന് അനുഭാവമായ അല്ലെങ്കിൽ ജനസംഖ്യന് അനുകൂലമായ ഒരെഴുത്തും അദ്ദേഹത്തിൻ്റെ ലിങ്കിലും പേട്രിയറ്റിലും പറ്റില്ല. അത്തരത്തിലുള്ള ആളുകളെ അദ്ദേഹം എടുക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ അത് തുടക്കം മുതൽ അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതല്ല. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ രാംനാഥ് ഗോയൻക നേരിട്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിന് പറ്റുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്ന വേറൊരു തലത്തിലാണ്. അല്ലാതെ നിങ്ങളുടെ സാധാരണ പത്രപ്രവർത്തകനെ എടുക്കില്ല. ഞാൻ അങ്ങനെയല്ല വന്നത്. ഞാൻ പേട്രിയറ്റിൽ നിന്ന് വന്നത് വടക്കേ നോർത്ത് ഈസ്റ്റിൽ ജോലി ചെയ്യുന്നതിൽ എൻ്റെ എഴുത്ത് ഇഷ്ടപ്പെട്ട് പിന്നീട് അതിന് കേരളത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് 2 ചോയ്സായിരുന്നു. അന്ന് മനോരമ വീക്ക് എന്ന് പറയുന്നൊരു സ്വതന്ത്ര വാർത്താവാരിക തുടങ്ങുന്നു. അപ്പോൾ അതിലേക്ക് എന്നെ ഷെണോയ് വിളിച്ചു. മാധവൻകുട്ടി ഇതിലേക്ക് വരും, എന്തിനാ നോർത്ത് ഈസ്റ്റിൽ. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയത് പെട്ടെന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എൻ്റെ ഗുരുതുല്യനായ MK ദാസ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ എക്സ്പ്രസ്സിലുണ്ടായിരുന്നു. ഇവിടെയുള്ള മിസ്റ്റർ അനന്തരാമൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് വീക്കിൽ പോകുന്നത്? നിങ്ങൾക്കൊരിക്കലും അത് കഴിയുകയില്ല. മനോരമയിലെ ഒരു പീരിയോഡിക്കൽ ജേർണലിസം ഇത്ര ആക്റ്റീവായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, പൊളിറ്റിക്കലായിട്ടുള്ള ആൾ. അപ്പോൾ ഇപ്പോൾ ഷെണായി ഇതെല്ലാം പറയും, പക്ഷേ നിങ്ങൾക്ക് അധികം വേഗം മനോരമയുടെ നേതൃത്വമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ കേരളത്തിലേക്ക് വരും, ഒരു മലബാർ ലേഖകനെ ആവശ്യമുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങോട്ട് തൃശ്ശൂരിന് മേലിലുള്ള ഇതിൻ്റെ എല്ലാം ചുമതല തരാം, നിങ്ങൾക്ക് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ അത് എന്നെ തിരഞ്ഞെടുക്കുന്നതിൽ രാംനാഥ് ഗോയൻകയ്ക്ക് തീരുമാനമൊന്നുമില്ല. പക്ഷേ സംഘർഷമുണ്ട്. ആ സംഘർഷമില്ല എന്ന് കാണാതിരിക്കാൻ പറ്റില്ല. 2 അനുഭവങ്ങൾ ഞാൻ അജിത്തുമായിട്ട് നൽകണം. ഒന്ന്, 1984 വിശ്വ ഹിന്ദു പരിഷത്ത് ശരിക്കും ഉടുപ്പിയിൽ, കർണാടകയിലെ ഉടുപ്പിയിൽ രൂപം കൊള്ളും. അന്ന് അജിത്ത് എനിക്കുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ധർമ്മ സംസദ് എന്ന് പറഞ്ഞ് അശോക് സിംഘലും തിഗാഡിയെയുമൊക്കെ ആളുകൾ ഉടുപ്പി പേജാശ്വർ മഠാധിപതിയുടെ സാന്നിധ്യത്തിലാണ് ധർമ്മ സംസദ്. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ രാഷ്ട്രീയത്തെയും ഇന്ത്യയുടെ ഭാവിയെയും വർത്തമാനത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന RSSൻ്റെ ഏറ്റവും ഒടുവിലുത്ത സന്തതി, അതിൻ്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും സക്രിയവും ഏറ്റവും ആക്രമണാത്മകവും ഏറ്റവും അധികാരത്തിലേക്ക് RSSനെ അടുപ്പിച്ച വിശ്വ ഹിന്ദു പരിഷത്ത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാപക സമ്മേളനം എന്ന് പറയാവുന്ന ആ സമ്മേളനത്തിൽ ഞാനന്ന് കോഴിക്കോട് മലബാർ ലേഖകനാണ്. ഉടുപ്പി കുറച്ചപ്പുറത്താണ്, അജിത്തിന് അറിയില്ലേ. അതുകൊണ്ട് അപ്പോൾ അത് തുടങ്ങുന്നതിൻ്റെ പ്രാധാന്യം രാംനാഥ് ജിക്ക് അറിയാം. അപ്പോൾ രാംനാഥ് ജി എൻ്റെ ഇവിടുത്തെ റെസിഡൻ്റ് എഡിറ്ററോട് പറഞ്ഞു, നമുക്ക് കർണാടകയിലെ ലേഖകന്മാരൊന്നും അത് ക്ലിയർ ചെയ്യാൻ, ബാംഗ്ലൂർ ഞങ്ങൾക്ക് എഡിഷൻ ഉണ്ട്,
അപ്പോൾ പറഞ്ഞു മലബാറിലെ ഹോബീസ് കുട്ടി എന്നിട്ട് ചോദിച്ചിട്ടുണ്ടാവണം. എന്നോട് പെട്ടെന്നൊരു ദിവസം ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ ധർമ്മസംസദ് 3 ദിവസം ഉടുപ്പിയിൽ നടക്കുന്നു, വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇന്ത്യ ചരിത്രത്തിൽ ഞാൻ അതിന് സാക്ഷിയാവുന്നത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകൻ എന്ന് ചോദിച്ചാൽ വലിയ വലിയ അപകടങ്ങളുടെ ഇടയ്ക്കല്ല, ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചരിത്രം ആവുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ എഡിറ്റർ ആവശ്യപ്പെട്ടു, ഇങ്ങനെ രാംനാഥ്ജി ആവശ്യപ്പെടുന്നു, മലബാർ ലേഖകനായ, നിങ്ങൾ പോകണം, അത് 3 ദിവസം അവിടെ താമസിച്ച് മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ട, നിങ്ങളുടെ യാത്രയും സൗകര്യവും എല്ലാം സന്യാസിമാരും ഈ ഹിന്ദുത്വ നേതാവ് അശോക് സിംഗിളൊക്കെ എനിക്കറിയുന്നുണ്ടും പിന്നെ തൊഗാഡി അവരൊക്കെ. അപ്പോൾ ഞാനന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ചേർന്ന കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞാനൊരു അപകടം പണിതു. എന്തിനാണ് ഞാൻ പോകുന്നത്? ഞാൻ പോകുമ്പോഴാണ് താങ്കൾക്കറിയാം, ഒരു പത്രം നിയോഗിക്കുമ്പോൾ 2 ചുമതലകൾ ഒരു ഇവൻറ്റിനെ കുറിച്ചുണ്ട്. ഒന്ന്, അത് റിപ്പോർട്ട് ചെയ്യുക, സത്യസന്ധമായി വസ്തുനിഷ്ഠമായി റിപ്പോർട്ട് ചെയ്യുക. തുടർന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എഴുതുക, വിശകലനം ചെയ്യുക. അഭിപ്രായമില്ലാതെ വിശകലനമില്ലല്ലോ, നിലപാടില്ലാതെ വിശകലനമില്ലല്ലോ. അത്തരത്തിലുള്ളൊരു അഭിപ്രായ കോളങ്ങളും എനിക്ക് എഴുതേണ്ടി വരും. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന്, ചെറിയ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം, ഒരു സീനിയർ ഒരു ലേഖകനിൽ നിന്ന് അതല്ല, വെറും ഒരു തുടക്കക്കാരനാണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയും. ഇപ്പോൾ എന്നെ അയക്കുമ്പോൾ അതല്ല പ്രതീക്ഷിക്കുന്നത്, ഇതിനെപ്പറ്റിയുള്ള ടിപ്പണിയും ഞാൻ തന്നെ എഴുതണം. പക്ഷേ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അന്ന് മുതൽ ഒരു ജനാധിപത്യ ഇടതുപക്ഷ, വെറും ഇപ്പോഴത്തെ ഇടതുപക്ഷ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുഭവം ഞാൻ ഒരിക്കലും ആയിട്ടില്ല, അംഗവുമായിട്ടില്ല, ഒക്കെ ആണെങ്കിലും ഞാൻ ചെറുപ്പം മുതൽ തന്നെ ജനാധിപത്യ ഇടതുപക്ഷത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് വളർന്നത്. നെഹ്റു, അതിനൊപ്പം ലെനിൻ, ഇതെല്ലാം കൂടിയുള്ളൊരു പ്രത്യേക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് എൻ്റെ കുടുംബം, അച്ഛൻ്റെ കുടുംബം. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, നെഹ്റുവിയന്മാരുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ കുടുംബം തികച്ചും ഗാന്ധിയൻ കുടുംബം, ഒരു ഫ്യൂഡൽ ജന്മി കുടുംബമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ചാരം കൊണ്ട് എൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ് രൂപപ്പെട്ടത്, പിന്നെ വായനയിലൂടെ. അപ്പം എന്നെപ്പോലെ ഒരു ജനാധിപത്യ ഇടതുപക്ഷക്കാരനായ ഒരു ലേഖകൻ അവിടെ ഇതിനെപ്പറ്റി ലേഖനം എഴുതുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് നുണ പറയേണ്ടി വരും എന്നെനിക്ക് ഭയം തോന്നി. കാരണം അവനവനെ വഞ്ചിച്ചുകൊണ്ട് മാത്രമേ എനിക്കത് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇതിൻ്റെ ഒരു വിമർശനം എൻ മാധവൻകുട്ടിയിൽ നിന്ന് കണ്ടാൽ ഒന്നുമില്ല, പണി പോവും, അല്ലെങ്കിൽ അത് വരാൻ അനുവദിക്കുകയില്ല. അല്ലെങ്കിൽ ജനങ്ങൾ പറയും, RSSും BJPക്കാരും അല്ല ജനസംഘവും പറയും, ഇവനെയാണോ ഈ ഇടതുപക്ഷത്തിനെ കൊണ്ട് ഞങ്ങളുടെ ആ പ്രയത്നം, ആ പദ്ധതി പൊളിച്ചു എന്ന് വരാം. പൊളിക്കാനല്ല വിളിക്കുന്നത്, അതിനെ കവർ ചെയ്യണം. രാംനാഥ് ഗോയിൻജി ഒരു ഹിന്ദുത്വവാദിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നുമില്ല. ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചതാണ്, അതിൽ വലിയൊരു ഇതൊന്നുമില്ല. ഞാനതിൽ ചേരുമ്പോഴും അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അല്ലാതെ നിഷ്കളങ്കനായി എന്തെങ്കിലും ജോലിക്ക് വേണ്ടി വന്നതല്ല. എനിക്ക് ജോലി അന്നത്തെ പത്രം ഉള്ളിടത്തോളം കാലമുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ വന്നപ്പോൾ സുഹൃത്തുക്കൾ ഇങ്ങനെ, പ്രത്യേകിച്ച് ഷെണായിയാണ് അതിനൊരു കാരണക്കാരൻ, മരിച്ചുപോയ നമ്മുടെ ഡൽഹിയിൽ TV ഷെണായി. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടും ആലോചിച്ചു. ഈ പത്രപ്രവർത്തകർ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭാര്യയോടും കുടുംബത്തോടും, നമ്മുടെ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന അവർ നമ്മളെപ്പോലെ മഹത്തായ ത്യാഗത്തിനൊന്നും തയ്യാറായിട്ടുള്ളവരായിരിക്കില്ല. ഭാഗ്യത്തിന് എൻ്റെ ഭാര്യ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മനസ്സുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാവും എൻ്റെ സന്നിഗ്ധതയാണ്. അപ്പം ഞാൻ ശ്രീ SKയോട് പറഞ്ഞു, ക്ഷമിക്കണം, ഈ അസൈൻമെൻറ്റ് എനിക്ക് ഏറ്റെടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ പുള്ളിക്കത് എന്തുകൊണ്ട് അപ്പോൾ ഒരു നിഷേധത്തിൻ്റെ സ്ഥലത്തിലല്ല ഞാൻ പറഞ്ഞത്, എനിക്കത് വിഷമമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റേതായ വിലയിരുത്തലുണ്ടാവും, നിലപാടുണ്ടാവും, അത് ഇതിന് ഒരിക്കലും അനുഗുണമാവും. ചില മൂല്യങ്ങളാണല്ലോ. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ മൂല്യമല്ലേ അജിത്ത്? നമ്മൾ ഇന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു, അത് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും മൂല്യങ്ങളുമായി കൂടുതൽ നിൽക്കുന്നു, RSSൻ്റെയും ഏതെങ്കിലും തീവ്രവാദി താലിബാൻ വ്യത്യാസം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കും അത് എന്നെ ബലിയാടാക്കരുത്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഈ കളവ് ചെയ്യിപ്പിക്കരുതെന്ന് അദ്ദേഹത്തിനൊരു സൗജന്യം തോന്നി. അദ്ദേഹം എങ്ങനെയാണത് രാംനാഥ്ജിയോട് അവതരിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എന്നോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കർണാടകയിൽ നിന്ന് ഒരു വിശകലന വിദഗ്ധൻ എഴുതിക്കോളും, റിപ്പോർട്ട് മാധവൻകുട്ടി ചെയ്താൽ മതി എന്ന് ഗോയൻകാജി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ, എൻ്റെ വൈഫ് നിർമ്മല എന്നാണ്, അപ്പം അന്ന് ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ ഒരു കുട്ടിയുണ്ട്.
അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഇത് പറ്റില്ല, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം തൊഴിലില്ലായ്മ നേരിടേണ്ടി വരും. അത് സംശയമില്ല കാര്യത്തിൽ. ഏത് സമയത്തും ഒരു തൊഴിൽ കിട്ടുക, ഒരു പണി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ അവർ റിസ്ക് എടുക്കുകയാണ്, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. അവർ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നുള്ള മട്ടിൽ നിൽക്കുമ്പോഴേ ഭാഗ്യത്തിന് ഈ അറേഞ്ച്മെൻറ്റ് വന്ന് ഞാൻ ആ ധർമ്മസംസദിൽ 3 ദിവസവും പങ്കെടുത്തു. എങ്ങനെ പങ്കെടുത്തു? ഒരിക്കലും ഒരു ഇടതുപക്ഷക്കാരന് അകത്ത് പ്രവേശിക്കാൻ കഴിയാത്ത വണ്ണം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രതിനിധിയായി അശോക് ചെങ്കലിനും തൊഗാഡിയയ്ക്കും ശങ്കരാചാര്യന്മാരെ ഇടയ്ക്കിരുന്നു കൊണ്ട് 3 ദിവസം അവർ ഇന്ത്യയെ എങ്ങനെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത് ഈ ചെവികൾ കൊണ്ട് കേട്ടു. അത് എനിക്ക് ആ പ്രായത്തിൽ ഇതിൻ്റെ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്, ഈ വിശ്വ ഹിന്ദു പരിഷത്ത് ഒക്കെ ഒന്നും ഞാൻ കരുതിയിട്ടില്ല, അത്രയ്ക്ക് അത് മനസ്സിലായില്ല. പക്ഷേ എങ്കിലും ഈ പദ്ധതി എന്താണെന്ന് ഇതിൽ കൂടുതൽ അറിയാനായിട്ട് ഒരു മാധ്യമ പ്രവർത്തകന് സാധ്യമല്ല. അതുകൊണ്ട് അതാണ് ഞാൻ ഈ പറയുന്നത്, ആ ടെൻഷൻ നമ്മൾ തൊഴിൽപരമായി നമ്മൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അത്തരം മുതലാളിയുടെ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദത്തെ സമർത്ഥമായി നമുക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് ആദ്യ അനുഭവം എന്നെ പഠിച്ചത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.